ഹായ്, വെൽക്കം എവരി വൺ. നമ്മൾ ഇന്ന് ഇന്നർ ചൈൽഡ് ഹീലിങ്ങിനെ കുറിച്ച് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ആക്ച്വലി നമ്മൾ പല പ്രോഗ്രാംസ് എടുക്കുന്നതിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് പ്രോഗ്രാമാണ് ഇന്നർ ചൈൽഡ് ഹീലിംഗ്. ഒരു ട്രെയിനറെ സംബന്ധിച്ചിടത്തോളം ഞാനത് എന്തുകൊണ്ടാണെന്ന് പറയാം. ഞാൻ ആദ്യം ഒരു സംഭവം ഒരു ക്ലാസ്സിൽ ഉരുത്തിരിഞ്ഞ മനസ്സിലായ ഒരു സംഭവം പറഞ്ഞിട്ട് പറയാം. ഒരു വ്യക്തി, ക്ലാസ്സിൽ പങ്കെടുത്ത ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത ജീവിതത്തിൽ എക്സ്ട്രാ ഓർഡിനറി സക്സസ്ഫുള്ളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പ്രശ്നം, അദ്ദേഹം ഒട്ടും ഇമോഷണൽ അല്ല. ഒരു കാര്യത്തിലും ഒരു ശകലം പോലും ഇമോഷണൽ അല്ല. അതേപോലെ തന്നെ ആരുമായിട്ട് ഒരു പരിധി കൂടുതൽ അടുക്കത്തില്ല. എപ്പോഴും കുറച്ച് അകലെ നിൽക്കും. എല്ലാവരെയും കുറച്ച് സംശയത്തോടു കൂടി വീക്ഷിക്കും. അപ്പം അദ്ദേഹത്തിൻ്റെ മക്കളുമായിട്ടോ ഭാര്യയായിട്ടോ സുഹൃത്തുക്കളുമായിട്ടോ ഓഫീസിൽ ജോലി ചെയ്യുന്നവരുമായിട്ടോ കൊളീഗ്സുമായിട്ടോ ഒന്നും നമ്മളൊരു ഇൻറ്റിമസി കീപ്പ് ചെയ്യത്തില്ല. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ പുള്ളിക്ക് എപ്പോഴും ഒരു ഫീലിംഗ് ആണ്, ഹീസ് എലോൺ. ഒറ്റയ്ക്കേ ഉള്ളൂ, എന്ത് സംഭവിച്ചാലും പുള്ളിക്ക് ആരും കാണില്ല, പുള്ളി മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് കുറേ കാലങ്ങൾക്ക് മുമ്പ് ഇന്നർ ചൈൽഡ് ഹീലിങ്ങിന് വന്നത്. അപ്പോൾ എക്സ്ട്രാ ഓർഡിനറി സക്സസ്ഫുള്ളാണ്. അപ്പോൾ അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ റിഗ്രഷൻ എടുത്ത് ഇതെന്താണ് ഇദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ എല്ലാവരിൽ നിന്നും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വേറൊരു സ്വഭാവം എന്ന് പറഞ്ഞാൽ, ജനിച്ചു വളർന്നു വന്ന നാട്ടിലേക്ക് ഇദ്ദേഹം പോകത്തേയില്ല. ഇദ്ദേഹത്തിന് പേരൻസിനെയോ സഹോദരനെയോ സഹോദരിയോ ഒന്നും സംസാരിക്കാനോ കാണാനോ അവരുമായിട്ടൊന്നും ഇൻട്രാക്ട് ചെയ്യാനോ ഒന്നും ഒരു താല്പര്യമില്ല. അവിടെ നിന്നൊന്നും ഇദ്ദേഹത്തിന് വേണ്ടതാണ്. അപ്പം അങ്ങോട്ട് ഒരിക്കൽ പോലും പോകാനായിട്ട് പുള്ളിക്ക് യാതൊരു വിധത്തിലുള്ള താല്പര്യമില്ല. അപ്പം ഇദ്ദേഹത്തിൻ്റെ മക്കൾക്കാണെങ്കിലും ഭാര്യയ്ക്കാണെങ്കിലും വളരെ ക്യൂരിയോസിറ്റിയാണ്. ഇദ്ദേഹം എന്താണ് ഒരിക്കൽ പോലും അവരെ വീട്ടിൽ കൊണ്ടുപോകാത്ത, വീടുമായിട്ട് ഇടപെടാത്തത്, ഇത് അവർക്ക് വലിയൊരു ക്യൂരിയോസിറ്റിയാണ്. അപ്പോൾ അങ്ങനെ ഇദ്ദേഹത്തിന് ഈ ഇന്നർ ചൈൽഡ് ഹീലിങ്ങിൽ റിഗ്രഷനിൽ പോയപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പ്രശ്നം പുറത്തു വരുന്നത്. ഇദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സക്സസ്സുമായിട്ടൊക്കെ കണക്റ്റഡ് ആണ് എങ്കിൽ തന്നെയും ഇദ്ദേഹത്തിന് എന്താ സംഭവിച്ചിരുന്നത്, ജസ്റ്റ് 4 വയസ്സുള്ളപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത ബ്രദറുണ്ടായി. ബ്രദറിനെ ഇദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. കുഞ്ഞുവാവ എന്നും പറഞ്ഞ്. അപ്പോൾ ഈ നാട്ടുമ്പുറത്തൊക്കെ സാധാരണ ഈ തൊട്ടിൽ കെട്ടി തുണി കെട്ടിയിട്ട് തുണിയിൽ ഇങ്ങനെ മുകളിൽ തൂക്കിയിട്ടിട്ട് തൊട്ടി ഇങ്ങനെ ഇട്ടേക്കുമായിരിക്കുമല്ലോ, അതിൽ ഈ കുട്ടിയെ കിടത്തിയേക്കുക. അപ്പം ഇയാളുടെ മൂത്ത സഹോദരിയുണ്ട്, 3-4 കസിൻസ് ഉണ്ട്, മറ്റ് കളിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ട്. അവർക്കൊന്നും ഈ കുഞ്ഞുവാവെ തൊടാനായിട്ട് ഇദ്ദേഹം സമ്മതിക്കത്തില്ല. അപ്പോൾ എപ്പോഴും ഇവർ കാണാൻ വരികയൊക്കെ ചെയ്യുമ്പോൾ ഇദ്ദേഹം പോയി പൊസസ് ചെയ്യും. ഇങ്ങനെ കെട്ടിപ്പിടിച്ച് എൻ്റെ കുഞ്ഞുവാവെ തൊടരുത് എന്ന് പറഞ്ഞിട്ട് പൊസസ് ചെയ്ത് അങ്ങനെ പല പ്രാവശ്യം ഈ പിള്ളേരെ തൊടിയിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നേരെ മൂത്ത സഹോദരി എന്ന് പറഞ്ഞാലും 10 വയസ്സിനകത്തേ ഉള്ളൂ, അതേപോലെ തന്നെ കസിൻസ്, അതും ഈ പറഞ്ഞാൽ 7, 8, 9 വയസ്സുള്ള കസിൻസാണ്. അവരെല്ലാവരും കൂടി ഫാദറിൻ്റെ അടുത്ത്, ഫാദർ ഭയങ്കര ദേഷ്യക്കാരനാണ്, ഫാദറിൻ്റെ അടുത്ത് അതുപോലെ തന്നെ മദറിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു, ഈ കൊച്ചിനെ ഇയാൾ വന്ന് കഴുത്തിന് പിടിച്ച് ഇങ്ങനെ ഞെക്കി കൊല്ലാൻ തുടങ്ങി. കണ്ണൊക്കെ പുറത്തു വന്നു, നാക്കൊക്കെ പുറത്തു വന്നു. പിള്ളേരുടെ ഇമാജിനേഷനിൽ അവർ അഭിനയിച്ച് കാണിച്ചു കൊടുത്തു. അപ്പം ഇയാളുടെ ഫാദർ ഭയങ്കര ഫ്യൂരിയസ് ആയി അവിടെ കിട്ടിയ വടിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് ശരിക്ക് പുറമൊക്കെ തല്ലി അങ്ങ് പൊളിച്ചു. 4 വയസ്സേ ഉള്ളെന്ന് വിചാരിക്കണം. അപ്പം ഇന്നാണേത് വലിയ ഒഫൻസ് ആവും. ഈ പുറമൊക്കെ തല്ലി പൊളിച്ചു, കാരണം കൊച്ചിനെ കൊല്ലാൻ തുടങ്ങിയതല്ലേ. അപ്പം അങ്ങനെ തല്ലൊക്കെ വാങ്ങിച്ച് വളരെ കരഞ്ഞ് വളരെ ദുഃഖിതനായി. കാരണം ഇയാൾ ആക്ച്വലി പ്രൊട്ടക്റ്റ് ചെയ്ത് മാക്സിമം സ്നേഹിച്ചതല്ലാതെ കൊച്ചിനെ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാവരിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്ത് ജീവന തുല്യം സ്നേഹിച്ചതേ ഉള്ളൂ. അപ്പോൾ അമ്മയുടെ അടുത്ത് ചെന്നപ്പോൾ അമ്മ ഈ കൊച്ചിനെ ഓടിച്ചു. എൻ്റെ മുന്നേ വന്നേക്കരുത്, എനിക്കിതിനെ കാണണ്ട എന്നും പറഞ്ഞ് ഓടിച്ചു. ആരോട് പറയാൻ? അപ്പോൾ ഇതൊക്കെ വാങ്ങിച്ചിട്ട് ഇയാൾ പുറത്തോട്ട് പോയി വീട്ടിലോട്ട് വരുന്നില്ല. അദ്ദേഹം പുറത്തോട്ട് ചുറ്റിയടിച്ച് നടക്കുകയാണ്. സന്ധ്യയായിട്ട് ഇയാൾ ആരും വിളിക്കുകയോ അമ്മ നോക്കുന്നോ അപ്പൻ നോക്കുന്നോ ഒന്നുമില്ല. അപ്പം ഒരഭയമായിട്ട് ഇയാൾ കന്നുകാലി തൊഴുത്തിൽ കയറിയിരുന്നു. കന്നുകാലി തൊഴുത്തിൽ കന്നുകാലി തിന്നുന്ന പുല്ല് തിന്നുന്ന അവിടെ ഇരുന്ന് രാത്രി മുഴുവൻ അവിടെ ഇരുന്ന് ലേറ്റ് നൈറ്റിൽ ഉറങ്ങിപ്പോയി.
അപ്പോൾ വീട്ടുകാരും അതിനെക്കുറിച്ച് നോക്കിയൊന്നുമില്ല. കാരണം ഒരു കൊച്ചിനെ കൊല്ലാൻ തുടങ്ങിയ പാപിയല്ലേ, 4 വയസ്സേ ഉള്ളെന്ന് വിചാരിക്കണം. അത് ആ കൊച്ചു ഹൃദയത്തിൽ അത്രയും ഡീപ്പായിട്ട് അങ്ങ് ഉണ്ടായി. അങ്ങനെ നേരം വെളുത്തപ്പോഴാണ് ഈ കുട്ടി എഴുന്നേറ്റ് വീട്ടിൽ വരുന്നതും പിന്നെ അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോയി. പിന്നെ അവിടെ നിന്ന് ഈ കുറേ കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് കുട്ടി പഠിച്ച് അവിടെ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റിയ സമയത്ത് അപ്പം അന്നേരം മുതൽ സഹോദരിയോട് ഭയങ്കരമായ വെറുപ്പ്. സഹോദരിയുടെ കൂടെ ഒന്നിച്ച് സ്കൂളിൽ പോകില്ല. സഹോദരി പോവുകയാണെങ്കിൽ സഹോദരി പോയി കുറച്ച് കഴിഞ്ഞേ പോകുള്ളൂ, ഇല്ലെങ്കിൽ സഹോദരി ഇറങ്ങുന്നതിന് മുമ്പ് ഓടിപ്പോകും. സഹോദരിയായിട്ടൊരു 100-200 മീറ്റർ അകലെ എപ്പോഴും പോകുള്ളൂ. അപ്പോൾ അങ്ങനെ എല്ലാ കൂട്ടുകാരിൽ നിന്നും കസിൻസിൽ നിന്നും എല്ലാം മാറി മാറി അവിടെ നിന്ന് പഠിച്ച് രക്ഷപ്പെട്ടു. സാധാരണ നാട്ടിൻപുറത്തെ ജീവിതം. പക്ഷെ അവിടെ നിന്ന് അയാൾ രക്ഷപ്പെട്ട് ആ നാട്ടിൽ നിന്ന് ഓടി അകലണമെന്ന് തോന്നി. അങ്ങനെ അയാൾ രക്ഷപ്പെട്ടു. പിന്നെ അയാളങ്ങ് രക്ഷപ്പെട്ടു പോയി. സാമ്പത്തികമായിട്ടും എല്ലാ വിധത്തിലും അയാളൊരു വലിയ ഹൈ പൊസിഷനിലേക്ക് പോയി. പക്ഷേ ഇയാൾ പിന്നെ വീട്ടിൽ പോകുന്നില്ല. അപ്പോൾ ഈ 4 വയസ്സിൽ നടന്ന സംഭവം എല്ലാം ഇയാളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോയി. ഇയാളതൊന്നും ഓർക്കുന്നില്ല. ഇയാൾക്ക് എന്താണെന്ന് അറിയത്തില്ല. സഹോദരി ഇഷ്ടമല്ല, അമ്മയെ ഇഷ്ടമല്ല, പിതാവിനെ ഇഷ്ടമല്ല, സഹോദരനെ ഇഷ്ടമല്ല, ആരെ ഇഷ്ടമല്ല. ടോട്ടലി അബ്സല്യൂട്ട്ലി ഡിറ്റാച്ച്ഡ് ഫ്രം ഫാമിലി. അതുമാത്രമല്ല, കൂടെ ജോലി ചെയ്യുന്നവരെയോ ഇല്ലെങ്കിൽ കൊളീഗ്സിനെയോ ലോകത്തിലെ ആരെയും പുള്ളിക്ക് എല്ലാവരെയും സംശയത്തോടു കൂടി. അപ്പോൾ ഇതിൻ്റെ സ്ട്രെസ്സും ഒരുപാട് സംഭവങ്ങളൊക്കെ ഇദ്ദേഹത്തിന് ഉണ്ടായി. അപ്പം ഇതാണ് കാര്യമെന്ന് ആക്ച്വലി ഇദ്ദേഹത്തിൻ്റെ ബോധമനസ്സിൽ അതില്ല. ഉപബോധ മനസ്സിൽ കിടക്കുന്ന ഇംപ്രഷൻ ആ ഒരു സമയം ഇദ്ദേഹം റിവീൽ ചെയ്യുന്ന സമയത്ത് ഒരു 4 വയസ്സുകാരൻ ഇങ്ങനെ കരയുന്നത് പോലെ തേങ്ങി 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 ഏങ്ങലടിച്ച് എങ്ങനെ ആ കുട്ടി കരയുവാണോ അതേപോലെ നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല. അത്രയും ഇതിലാണ് ഇയാൾ കരയുന്നത്. വളരെ മുതിർന്ന മക്കളുമൊക്കെ ഉള്ള ഇയാൾ കരയുന്നത് അത്രയും ഇതിലാണ് ഇയാൾ കരയുന്നത്. അങ്ങനെ കരഞ്ഞ് പിന്നെ നമുക്ക് അതിനകത്ത് ഈ ഇന്നർ ചൈൽഡ് ഹീലിനകത്ത് അത് നമുക്കൊരു റെസൊല്യൂഷനിൽ കൊണ്ടുപോയി ഇതിനെ റീഫ്രെയിം ചെയ്ത്. ഇതിനകത്തൊരു റീഫ്രെയിം എന്ന് പറഞ്ഞാൽ അയാളുടെ കുടുംബത്തിൽ വേറെ ആരും തന്നെ കസിൻസിലൊന്നും ആരും ഉന്നത പൊസിഷനിലേക്ക് പോയില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കാനും ഇദ്ദേഹത്തിന് വലിയൊരു ജീവിതം ഉണ്ടായതും. ഇതാണ് ഇൻഡയറക്റ്റായിട്ട് അത് സഹായിച്ചു. രണ്ടാമതായിട്ട് ആക്ച്വലി അവരാരും മനഃപൂർവ്വം ചെയ്തതല്ല, കുട്ടികൾ ജോക്ക് ചെയ്തതാണ്. അപ്പോൾ പിന്നെ കുട്ടിയെ കാണാൻ സമ്മതിച്ചില്ല. അന്നേരം എല്ലാവരും കൂടി ഒരു ഇത് പറഞ്ഞു എന്നുള്ളതോ ഇത്രയും തല്ലുമോ എന്നുള്ളതോ ഇത്ര ഉപദ്രവിക്കുമോ എന്നുള്ളതോ ഇതൊന്നും കുട്ടികൾ ഇത് ചെയ്ത കാര്യമല്ല. കുട്ടികൾ അന്നേരം ഒരു ഇതിനു വേണ്ടി ചെയ്തതാണ്, ആ ഒരു ഇമോഷണലി ചെയ്തതാണ്. കുട്ടികൾ അത് കഴിഞ്ഞു ഓർത്തിരിക്കുന്നില്ല. പക്ഷേ ഇയാൾ എല്ലാത്തിൽ നിന്നും എത്രമാത്രം ആഴത്തിൽ ആ കുട്ടിയുടെ മനസ്സിൽ ആരെങ്കിലും സ്വന്തം പിതാവിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, സ്വന്തം മാതാവിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, സഹോദരിയെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ചെറുപ്പത്തിൽ കിട്ടിയ ഒരു അവയർനെസ് അത് ത്രൂ ഔട്ട് അയാളുടെ ലൈഫിൽ കണ്ടിന്യൂ ചെയ്തു. അപ്പം ഇത് ഒരു ഇൻസിഡൻറ്റ് മാത്രമാണ്. ഇതേപോലുള്ള അനേകം സംഭവങ്ങൾ ഓരോരുത്തർക്കും ഓരോ ഇതിലായിരിക്കും. ചിലപ്പോൾ പലതും കണ്ടുവരുന്നത് ആൺകുട്ടികളാണെങ്കിൽ ആൺകുട്ടികൾക്ക് പ്രത്യേകമായിട്ട് ഭക്ഷണം കൊടുക്കുക. മദർ അല്ലെങ്കിൽ ഫാദർ വീട്ടിൽ സംഭവിക്കുന്ന ഭക്ഷണം പ്രത്യേകമായിട്ട് അവൻ അംഗീകാരം കൊടുക്കുക, ആഹാരം കൊടുക്കുക. അത് ട്രഡീഷണലായിട്ട് നമ്മുടെ നാട്ടിൻപുറത്തുള്ള ഫാമിലിയിലൊക്കെ ചിലപ്പോൾ ഇന്നും കാണും. അത് ഈ പെൺകുട്ടിക്ക് ഭയങ്കരമായ ഒരു ഇതുണ്ടായി. പെൺകുട്ടി അത് ഒരുപാട് വീട്ടിൽ നിന്ന് അകന്നു പോവുക, ഇല്ല ആൺകുട്ടിയായിട്ട് ഒരുപാട് അകന്നു പോവുക. ഈ സംഭവങ്ങൾ ഒരുപാട് എക്സാമ്പിൾ പറയാനുണ്ട്, ആയിരക്കണക്കിന് എക്സാമ്പിൾസ് പറയാനുണ്ട്. അപ്പം ഇത് എന്താണ് നമ്മൾ ഇതിനകത്ത് നിന്ന് പ്രശ്നം തീർക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പാസ്റ്റ് ഇമോഷണൽ വൂൺസ് ആൻഡ് ട്രോമാസ്. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചിട്ടുള്ള പെയിൻസ്, ചൈൽഡ്ഹുഡിലുണ്ടായിട്ടുള്ള പെയിൻസ് നമ്മൾ വളർന്നാലും നമ്മുടെ ആ കുട്ടിത്തം, ഒരു കുട്ടി നമ്മുടെ ഉള്ളിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. ആ കുട്ടി അവിടെ തന്നെ ഉണ്ട്. ആ കുട്ടിക്ക് മുറിവുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ നമുക്ക് ആ മുറിവ് ഫീൽ ചെയ്തുകൊണ്ടിരിക്കും. അത് നമ്മൾ ഹീൽ ചെയ്യുക എന്നുള്ളതാണ് ഇന്നർ ചൈൽഡ് ഹീലിങ്ങിനകത്ത്. അപ്പോൾ നമ്മൾ ഇന്നർ ചൈൽഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വളരെ സിഗ്നിഫിക്കൻ്റ്ലി അവിടെ ചെന്ന് റീലീവ് ആ നിമിഷങ്ങളിൽ പോയി ജീവിച്ച് അതിനെ നമ്മൾ റീഫ്രെയിം ചെയ്ത് ഒരുപാട് സൈക്കോളജിക്കൽ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് വേറൊരു ഇതിൽ കൊണ്ട് ഞാൻ അതിൻ്റെ ടൂൾസൊക്കെ ഞാൻ പറയാം. അപ്പോൾ പ്രധാനമായിട്ടിത് ഈ വളരെ റിപ്രസ്ഡ് ആയിട്ടുള്ള ഉള്ളിൽ കിടക്കുന്ന ഇമോഷൻസ് പലപ്പോഴും കുട്ടിക്ക് നല്ല ഓർമ്മ വെക്കുന്നതിന് മുമ്പ് ഉള്ളതൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ. ചിലപ്പം സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള അതിൽ നിന്ന് വന്നിട്ടുള്ളതായിരിക്കും. ചിലപ്പോൾ ടീച്ചേഴ്സ് അവരെ കമ്പയർ ചെയ്ത് സംസാരിച്ചതിൻ്റെ ആയിരിക്കാം. ചിലപ്പം നല്ല അർത്ഥത്തിലായിരിക്കും അവർ പറഞ്ഞത്, പക്ഷേ കുട്ടി എന്ത് മീനിങ് എടുത്തു എന്നുള്ളതാണ് പ്രശ്നം. അപ്പം മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആൺകുട്ടികൾ ഉണ്ടായിരുന്നു. അവർ ട്വിൻസ് ആയിരുന്നു. അപ്പം പെട്ടെന്നൊരു അപകടത്തിൽ ഫാദർ മരിച്ചു.
അതിലൊരു കുട്ടി മൂത്തതെന്ന് ചിന്തിക്കുന്ന ആ കുട്ടി വിചാരിച്ചത് ഫാദർ പെട്ടെന്ന് പോയതുകൊണ്ട് ഐ ഹാവ് ഗോട്ട് ലോട്ട് ഓഫ് റെസ്പോൺസിബിലിറ്റി, സഹോദരിയെ അമ്മയെ എല്ലാം നോക്കാനായിട്ട് എനിക്ക് ഒത്തിരി റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പോൾ പിതാവിൻ്റെ സ്ഥാനത്തേക്ക് ഞാൻ സ്റ്റെപ്പ് ഇൻ ചെയ്യുകയാണ്. അപ്പം വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു പിതാവിൻ്റെ ഡ്യൂട്ടി ചെയ്യുന്ന പോലെയാണ് അവൻ, അത്ര മര്യാദക്കാരനായി. ആ കൂടെ തന്നെ വളർന്ന രണ്ടാമത്തവൻ, അവന് ഭയങ്കര റിവെഞ്ചായി, ഗോഡിനോട് പോലും റിവെഞ്ചായി. അവന് പട്ടിയെ, ജീവികളെ, പൂച്ചയെ എല്ലാം ഉപദ്രവിക്കും, കൂടെ പഠിക്കുന്നവരെല്ലാം ഉപദ്രവിക്കും. ഭയങ്കര റിവെഞ്ചുഫുൾ. അവൻ ഏറ്റവും വലിയ ചട്ടമ്പിയായി തീർന്നു. കാരണം വെച്ചാൽ അവൻ മീനിങ് എടുത്ത എന്താ, എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ഫാദറിനെ ഡിപ്രൈവ് ചെയ്തു, എന്നോട് എന്തിനിത് ചെയ്തു. ആ ഒരു ടോട്ടലി ഡിഫറെൻ്റ്. അപ്പോൾ രണ്ടുപേരും എടുത്ത രണ്ട് മീനിങ്ങാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത്, വീട്ടിൽ സംസാരിച്ചതായിരിക്കണമെന്നില്ല ഈ കുട്ടികൾ എടുത്തിട്ടുള്ളത്. അപ്പം ഈ പാസ്റ്റ് ഗ്രീവൻസസ് കുട്ടിയുടെ ഉള്ളിൽ കിടക്കുന്നത്, അപ്പോൾ അതിങ്ങനെ മുറിവിൽ കൂടി വേദന ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ കോപ്പപ്പ് ചെയ്യാനായിട്ടുള്ള വലിയ ഭയങ്കരമായ വേദനയുള്ള ഇമോഷൻസ് നേരത്തെ മുതൽ കിടക്കുന്നത്, ഇപ്പോഴത്തെ അല്ല, ചെറുപ്പത്തിലെ മുതലുള്ള, അവിടെതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത്. ഇപ്പോഴൊക്കെയുള്ളത് നമുക്ക് റിസോൾവ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പം അവിടെ നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എങ്ങനെയാണ് കുട്ടികളെ നമുക്ക് ഇപ്പം ഈ പറഞ്ഞ 40 വയസ്സോ 50 വയസ്സോ 30 വയസ്സോ 20 വയസ്സൊക്കെ ഉള്ള ആളായിരിക്കും. പക്ഷേ അവിടെ നിന്ന് കിടക്കുന്ന സംഭവം പലപ്പോഴും ദുഃഖം വരുന്നതും ജീവിതത്തിൽ പ്രശ്നം വരുന്നതും അതിൻ്റെ കോർ ഇഷ്യൂ ഇവിടെ ആയിരിക്കും. അപ്പോൾ പിന്നെ നമുക്ക് സെൽഫ് എസ്റ്റീം തീരെയില്ല, സെൽഫ് വർത്തില്ല, നമുക്ക് തന്നെ നമ്മളെക്കുറിച്ചൊരു സെൽഫ് ഇമേജ് ഇല്ല. ഫണ്ടമെൻ്റലി നമുക്കൊരു വിലയില്ല എന്നുള്ളൊരു മെൻ്റൽ ഹെൽത്തിനെ നമ്മൾ ഭയങ്കരമായിട്ട് ബാധിച്ചിരിക്കുന്നത് കാരണം. പക്ഷേ പുറത്ത് നോക്കിയാൽ ആർക്കും അറിയത്തില്ല. മറ്റൊരു കാര്യം, നമ്മുടെ ഒരു സെൽഫ് അവെയർനെസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ, അപ്പം സെൽഫ് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട്, അപ്പോൾ ഇന്നർ മോട്ടിവേഷൻസ് കണ്ടെത്താനായിട്ട്, ലൈഫ് ലോങ് ജേർണിയിൽ നമ്മളിങ്ങനെ ഹീൽ ചെയ്ത് പോകാനായിട്ട്, ബെറ്റർ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടും, ബെറ്റർ റിലേഷൻഷിപ്പിനും. അപ്പോൾ ഇന്നർ ചൈൽഡ് നമുക്ക് കിടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ സ്പൗസിനോട് പലപ്പോഴും ചേരത്തില്ല. സ്പൗസിനെയും ഭയങ്കരമായിട്ട് നമ്മൾ സംശയത്തിൽ, ഒന്നുകിൽ ഭയങ്കരമായിട്ട് നമ്മൾ പ്രോസസ്സ് ചെയ്ത് കളയും, ഇല്ലെങ്കിൽ വല്ലാത്ത സംശയ രോഗത്തോടു കൂടി നോക്കും. പിന്നെ അവിടെ നമുക്കൊരു ഹെൽത്തിയർ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനായിട്ട്, സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, ഓതൻറ്റിക് ആയിട്ടുള്ള കണക്ഷൻസ്, ഇപ്പോൾ സെൽഫ് ലവ് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ സെൽഫ് സബോട്ടാഷ് എല്ലാം വിജയിച്ച് ലാസ്റ്റ് വരുമ്പോൾ സ്വയം പരാജയപ്പെടുത്തുന്നൊരു സ്വഭാവം. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ സ്വയം അതിൽ നിന്ന് ബ്രേക്ക് നമ്മൾ എടുത്ത് അതിൽ നിന്ന് മാറ്റി നമ്മളെ ഹീൽ ചെയ്ത് ഡിസ്ട്രക്റ്റീവ് പാറ്റേൺ ഓഫ് തോട്ട്സിൽ നിന്നും നമ്മൾ പേഴ്സണലി പുറത്തു വരുന്നതിന് വേണ്ടിയിട്ട് ഇത് വളരെ നല്ലതാണ്. പിന്നെ ഫൈൻഡ് റിലീഫ് ഫ്രം ഡിപ്രഷൻ. ചിലപ്പോൾ പലപ്പോഴും ഇതുണ്ടായതിനു ശേഷം ഇപ്പോൾ ഒന്നും അറിയില്ല, ആ കുട്ടി വളർന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു കാരണമില്ലാതെ ചുമ്മാ ഡിപ്രഷൻസ് വന്നുകൊണ്ടിരിക്കും. ചൈൽഡ്ഹുഡ് ട്രോമയിൽ നിന്ന് വരുന്ന സംഭവങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ചിലപ്പോൾ ഇതങ്ങോട്ട് നമ്മളെ മനസ്സിൽ നിന്ന് പോയാലായിരിക്കും നമുക്ക് ജീവിതത്തിൽ ഗ്രേറ്റർ ജോയ് വരേണ്ടത്, റീകണക്റ്റിങ്. അപ്പം ചൈൽഡിൻ്റെ ഒരു ഇന്നർ സെൻസ് വെച്ചിട്ട് ജോയ്ഫുള്ളായിട്ട് ജീവിക്കാനായിട്ട്, ഫുൾഫില്ലിങ് ലൈഫിന് വേണ്ടിയിട്ട് ഇത് ഭയങ്കര അത്യാവശ്യമായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ പിന്നെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്, ഞാൻ എക്സാമ്പിൾ പറയാൻ ടൈമില്ലാത്തതുകൊണ്ട് വിടുവാണ്. അപ്പോൾ അതുപോലെ തന്നെ പലർക്കും നമ്മൾ ക്ലാസ്സിലൊക്കെ പറയും ഫോർഗീവ്നെസ് കൊണ്ട് നമുക്കാണ് ഗുണം, മറ്റേ എഴുതാൻ പോട്ടെ, നമ്മുടെ ഹീലിങ്ങിന് വേണ്ടിയാണ്. ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും വളരെ ഉപരിപ്ലവമായിട്ട് ഫോർഗീവ്നെസ് നടക്കത്തുള്ളൂ. ഇന്നർ ചൈൽഡിൻ്റെ പ്രശ്നം കിടക്കുന്നത് കൊണ്ടാണ്. ഇന്നർ ചൈൽഡ് നമ്മൾ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന്, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫോർഗീവ്നെസ്സിലേക്ക് പോകാനും, നമ്മളെ ഹർട്ട് ചെയ്തിട്ടുള്ള എല്ലാം നമുക്ക് വൈപ്പ് ഔട്ട് ചെയ്ത് പോകാനായിട്ടും, നമുക്ക് ഇമോഷണലി ഹീൽ ചെയ്ത് ഹയർ ഗ്രോത്തിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ആങ്സൈറ്റി, സ്ട്രെസ്സ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വല്ലാതെ കയറിക്കൂടും. ഇതിൻ്റെ റൂട്ട് കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നർ ചൈൽഡിനകത്തുള്ള ഊൺസ് കിടക്കുന്നത് കൊണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇന്നർ ചൈൽഡ് പ്രോബ്ലം കിടക്കുന്നത് കൊണ്ട് നമുക്ക് ഒട്ടും കമ്പാഷൻ ഇല്ലാതെ, സെൽഫ് ലവ് ഇല്ലാതെ, നമ്മളൊട്ടും കൈൻഡ് അല്ലാതെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് ഈ ക്രൂഷ്യൽ മൊമെൻറ്റിലൊക്കെ നമ്മളെ ഡിഫീറ്റ് ചെയ്തിട്ട് നമുക്ക് വിജയം അടുത്ത് വന്നിട്ട് മാറിപ്പോകും. മറ്റൊരു നമുക്ക് വരുന്നത്, നമ്മൾ ഇമോഷണൽ ഇൻ്റലിജൻസ് ബൂസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നർ ചൈൽഡ് ഹീൽ ചെയ്ത് വരണം. ഇത് ഇവിടെ മാത്രം നടക്കുന്ന ഒരു സംഭവമല്ല, എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും കുറവാണെന്ന് തോന്നുന്നു. US ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. കാരണം ഇത് വളരെ ടഫസ്റ്റ് ആയതുകൊണ്ട് വളരെ നേരത്തെ തന്നെയൊക്കെ എടുത്തതിന് ശേഷമാണ്, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റുകളാണ് മിക്കവാറും ഇന്നർ ചൈൽഡ് ഹീലിങ്ങിന് വേണ്ടി വർക്കൗട്ട് ചെയ്യിക്കുന്നത്. പിന്നെ അപ്പോൾ നമുക്ക് മിക്കവാറും എല്ലാ രാജ്യത്തും നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ, നമുക്ക് ബ്രൗസ് ചെയ്ത് കയറി കഴിഞ്ഞാൽ ഇന്നർ ചൈൽഡ് ഹീലിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് കാണാം.
പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫിസിക്കൽ ഹെൽത്ത്, കാരണം ഇമോഷണലി നമുക്ക് സൈക്കോസൊമാറ്റിക് ഡിസീസസ് ഇങ്ങനെ ഇടപെടാതെ നമുക്കൊന്നെങ്കിൽ ഹാർട്ട് അറ്റാക്ക്, ഇല്ലെങ്കിൽ സ്കിന്നിന് പുറത്തുള്ള പ്രശ്നം, അതല്ലെങ്കിൽ നമുക്ക് സ്ട്രോക്ക്, ഇല്ലേ ഇതിലേക്ക് പോകാൻ പറ്റിയ ഡയബറ്റീസ്, ഈ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ബേസിക് കാരണം നമ്മുടെ ഇന്നർ ചൈൽഡ് ഇഷ്യൂസ് ആയിരിക്കും. ആ ഊണ്ട് അവിടെ കിടക്കുന്നതിൽ നിന്നായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് സ്പിരിച്വൽ ഗ്രോത്ത് വരാതിരിക്കുന്നത്, ഇന്നർ ചൈൽഡ് ഹീൽ ചെയ്ത് വിട്ടാൽ ഒരുപക്ഷെ നമ്മുടെ ഗ്രോത്ത് കംപ്ലീറ്റ് ചിലപ്പം നമുക്ക് മാറിപ്പോകും. അപ്പോൾ ഇന്നർ ചൈൽഡ് പീസ് ആർജിക്കുക എന്ന് പറയും അവിടെ. അപ്പോൾ ഒരു ഓവറോൾ മെൻ്റൽ ആൻഡ് ഇമോഷണൽ ചേഞ്ചസ് അവിടെ വരുവാണ്. നമുക്ക് ക്രിയേറ്റിവിറ്റി ബൂസ്റ്റ് ചെയ്യാനും, നമുക്ക് കുട്ടികളാകുമ്പോൾ കുട്ടിയിൽ ഒരുപാട് ക്രിയേറ്റിവിറ്റി കാണും, അതിങ്ങനെ അടഞ്ഞു കിടക്കുമായിരിക്കും. ഇന്നർ ചൈൽഡ് ശരിയാക്കി കഴിയുമ്പോഴത്തേക്ക് ഇമാജിനേഷൻ ഭയങ്കര കൂടും, നമ്മളുടെ കുട്ടിത്തം പെട്ടെന്ന്, അപ്പോൾ അത് ക്യൂരിയോസിറ്റി വളരെ കൂടും, പ്രൊഫഷണൽ ഗ്രോത്ത് പെട്ടെന്നാകും. പിന്നെ നമ്മളിങ്ങനെ ഒരുപാട് ലഗേജും ക്യാരി ചെയ്ത് ഇങ്ങനെ ഇത് നടക്കുന്നതിന് പകരം ആ ലഗേജ് എല്ലാം നമുക്കിട്ട് ലെറ്റിങ് ഗോ, നമുക്കെല്ലാം വിട്ട് കളഞ്ഞ് നമ്മുടെ ലിമിറ്റേഷൻസിന് അപ്പുറത്തേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇന്നർ ചൈൽഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു സെൻസ് ഓഫ് ഇന്നർ ഹാർമണി, ഒരു ഇമോഷണൽ ഇക്വിലിബറിയം നമുക്ക് അതോടുകൂടി വരും. വളരെ ഒരു പീസ്ഫുള്ളായിട്ട് ഒരു ഫുൾഫില്ലിങ് ലൈഫിലേക്ക് പോകാനായിട്ട് വളരെ സാധ്യത വരുവാണ്. അതുപോലെ തന്നെ ഇതിപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഒരു കുറച്ചുകൂടെ ഡീപ്പറായിട്ടുള്ള ഗൈഡൻസ്, അണ്ടർസ്റ്റാൻഡിങ്, അത് പ്രത്യേകിച്ച് ഫാമിലി ഡൈനാമിക്സ്, നമുക്ക് അതിനുശേഷം ഈ റിലീജിയസ് ഗ്രന്ഥങ്ങൾ പോലും വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എടുത്ത മീനിങ് അല്ല, ഇന്നർ ചൈൽഡ് ഹീലിംഗ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ആ മീനിങ് ആയിരിക്കത്തില്ല നമ്മൾ പിന്നീട് എടുക്കുന്നത്. നമ്മൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാ റിലീജിയനകത്തും നമ്മളെ ഹീൽ ചെയ്യാനുള്ള ഒരുപാട് ആസ്പെക്ട്സ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പം പരിശുദ്ധ ഖുർആൻ എടുക്കുകയാണെങ്കിൽ 39-ാം അധ്യായം 53-ാം വാക്യം. അപ്പോൾ അതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ പിന്നെ നമുക്കെതിരെ ആരൊക്കെ എന്തൊക്കെ അതിക്രമം കാണിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്കെപ്പോഴും ഉണ്ടാകും. അത് നമുക്ക് കിട്ടുന്നതിലൊരു തടസ്സം ഉണ്ടാകത്തില്ല. അത് കിട്ടും. അത് നമുക്ക് ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ എല്ലാ പാപങ്ങളും അവിടെ ക്ഷമിക്കപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമുക്കൊരു വലിയ ഹീലിംഗ് ആയിരിക്കും നടക്കുന്നത്, ക്ഷമിക്കുവാനും അത് നമുക്ക് കരുണ കിട്ടാനും എല്ലാം. അപ്പോൾ ആന്തരികമായിട്ടുള്ളൊരു ശാന്തി നമുക്ക് വീണ്ടെടുക്കാനായിട്ട്, ഇത് ശരിക്കും പറഞ്ഞാൽ വിശ്വാസത്തോടെ നമ്മളത് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് തുടരെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് ആ ഹീലിംഗ് നടക്കേണ്ടതാണ്. പക്ഷെ നമ്മുടെ പ്രശ്നം ഇത് തന്നെയാണെന്നും പറഞ്ഞ് ഐഡൻറ്റിഫൈ നമുക്ക് ചെയ്യാനായിട്ടൊരു ഇതില്ല. അപ്പോൾ നമ്മൾ അതിനകത്ത് വിശ്വസിക്കുമ്പോൾ ഇപ്പോൾ തൗഹീദ് നമ്മൾ അപ്പം ഒരു ദൈവത്തിൽ വിശ്വസിക്കുക. അതുപോലെ തന്നെ നമ്മൾ പൊതുവേ ഉള്ള ഇസ്ലാമിക് ഫെയ്ത്തിൽ പറയുമ്പോൾ നമുക്ക് റഹ്മ, കരുണ, നമ്മൾ ജീവികളോടും മറ്റെല്ലാ ക്രീച്ചേഴ്സിനോടും നമ്മൾ കരുണ കാണിക്കണമെന്നുള്ളത്. അപ്പോൾ നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും, സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് കരുണയാണ് ഈശ്വരനിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത്. ഇത് തന്നെ മറ്റൊരു വിധത്തിൽ നമുക്ക് ബൈബിളിൽ കാണാം. ബൈബിളിൽ നമുക്ക് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള അവിടെ യേശു വിളിക്കുകയാണ് ബാക്കിയുള്ളവരെ, ക്ഷീണിതരും ഭാരം വലിക്കുന്നവരും നിങ്ങളെല്ലാം എൻ്റെ അടുത്തേക്ക് വരും, ഞാൻ നിങ്ങൾക്ക് വിശ്രമം തരാം. എൻ്റെ നുഖങ്ങൾ നിങ്ങൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അത് വളരെ ലൈറ്റാണ്, അതിനൊട്ടും ഭാരമില്ല, ഞാൻ സൗമ്യനും വിനയമുള്ളവനുമാണ്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിശ്രമവും കരുണയും എന്നിലൂടെ കണ്ടെത്താൻ പറ്റുമെന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ അവിടെ ആ ഒരു വിശ്വാസത്തോടു കൂടി നമ്മളത് ഏറ്റെടുത്തിട്ട് നമ്മൾ ഒരുപാട് പ്രാവശ്യം അവിടെ തന്നെ ആ വിശ്വാസത്തിൽ തന്നെ മില്യൺസ് ഓഫ് ടൈംസ് നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മളിലൊരു ഹീലിംഗ് ഉണ്ടാകുന്നത്. ഇനി അതേപോലെ തന്നെ നമ്മൾ വേദങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ധ്യാനം, ആത്മപരിശോധന, അതുപോലെ അവബോധം, ആത്മസാക്ഷാത്കാര്യം, ആന്തരിക ജ്ഞാനം, ഇന്നർ വിസ്ഡം, ഇതൊക്കെ നമുക്ക് എല്ലാ ഹീലിങ്ങിലേക്കും നമ്മളെ കൊണ്ടുപോകുന്നു. നമ്മൾ ആത്മീയമായിട്ട് ഒരു എൻലൈറ്റൻമെൻറ്റ് വരാൻ വളരെ സൗകര്യമാണെന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ വീണ്ടും നമ്മൾ റിലീജിയസ് ഗ്രന്ഥങ്ങൾ കൂടെ ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന പല തത്വങ്ങളും നമുക്ക് ഇതിനകത്തെല്ലാം കാണാം. നമുക്ക് ഖുറാനിൽ തന്നെ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് അധ്യായം 17 82-ാം വാക്യം എടുക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് ഈ ഖുറാൻ തന്നിരിക്കുന്നത് തന്നെ രോഗശാന്തികളും വിശ്വാസികളോടുള്ള കരുണയും, അല്ലെങ്കിൽ നമുക്ക് പിന്നെന്താണ് തെറ്റ് ചെയ്തവർക്ക് തന്നെ അത് വർദ്ധിക്കാതെ ഇനി അതിനൊരു ശാന്തിയും സമാധാനവും, വിശ്വാസികൾക്ക് ആരോഗ്യവും, അല്ലെങ്കിൽ രോഗശാന്തിയും കാരുണ്യവും അതിൻ്റെ ഉറവിടമായിട്ട് ഈ വിശ്വാസ പ്രമാണം ഇരിക്കണമെന്നുള്ളതാണ്. അപ്പോൾ നമ്മളവിടെ ഇരിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരു തഖ്വ എന്ന് പറയും, ഒരു ഗോഡ് കോൺഷ്യസ്നെസ്സിൽ
ഈശ്വര ബോധത്തിൽ ഒരു ഫുൾ മൈൻഡിലിരിക്കണം എന്നുള്ളതാണ്. ഇതിനി നമ്മൾ ബൈബിളിൽ പറയുമ്പോഴത്തേക്കും, ബൈബിൾ വളരെ രസകരമായ ഒരു കഥയുണ്ട്, എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. ധൂർത്തനായ പുത്രൻ്റെ എല്ലാം കഴിഞ്ഞ് ലൂക്കായുടെ സുവിശേഷമാണ് 15-ാം അധ്യായം 11 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ അവിടെ ഇതെല്ലാം കളഞ്ഞിട്ട് അവൻ തിരിച്ചു വരുമ്പോഴത്തേക്കും അവൻ്റെ പിതാവ് ചെയ്യുന്ന ക്ഷമയുടെയും അനുരഞ്ജനത്തിൻ്റെയും ആ ഒരു സ്വീകാര്യതയുടെയും, അപ്പോൾ വഴിപഴിച്ചു പോയ മകനോട് എല്ലാം ക്ഷമിച്ച് പുറത്ത് സ്വീകാര്യമാക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു ആന്തരിക രോഗശാന്തി. അപ്പം നിങ്ങൾ എന്തെല്ലാം ചെയ്തു പോയിട്ടുണ്ടെങ്കിലും പിതാവെന്നവിടെ ഉദ്ദേശിക്കുന്ന മെറ്റഫറാണ്, ഈശ്വരനാണ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും നന്മ തരുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ വേദങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് കർമ്മം, സത്കർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ധർമ്മമായിരിക്കണം. ധർമ്മം വിട്ട് ഒരു കാര്യവും ചെയ്യരുത്. ധർമ്മത്തിനാണ് ഊന്നൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ധർമ്മം പരിപാലിക്കേണ്ടതും ധർമ്മം കാത്തുരക്ഷിക്കേണ്ടതും ധർമ്മത്തിൽ മാത്രം ചരിക്കേണ്ടതും ധർമ്മത്തിന് വേണ്ടി ജീവിക്കേണ്ടതും അതിസംബോധന ചെയ്യേണ്ടതും അതെല്ലാം നമ്മുടെ വളർച്ചയ്ക്കും രോഗശാന്തിക്കും സമാധാനത്തിനും സന്തോഷത്തിനും ആത്മീയ വളർച്ചയ്ക്കും എല്ലാം ഏറ്റവും അത്യന്താപേക്ഷിതമാണെന്നാണ് വേദങ്ങൾ പറയുക. വീണ്ടും നമ്മൾ ഖുർആനിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മൾ കാണുന്നത് ജീവിതത്തിൽ നല്ല വശങ്ങളിൽ നമ്മളെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഈശ്വരൻ്റെ അനുഗ്രഹം നമ്മൾ അംഗീകരിച്ചുകൊണ്ട് നമുക്ക് മുറിവുകളുണ്ടെങ്കിൽ നമുക്കതിന് ഹീല് ചെയ്യാനുള്ള അവിടെ നമ്മൾ കൃതജ്ഞതയോടുകൂടി, അപ്പോൾ കിട്ടുന്ന ഓരോ കാര്യത്തിനും നമ്മൾ കൃതജ്ഞതയോടുകൂടി മുന്നോട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ആധുനിക മനഃശാസ്ത്രത്തിൽ തന്നെ ഒരുപാട് സ്ഥലത്ത് നമ്മൾ കാണുന്ന കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് ഖുർആനിൽ തന്നെ പറയുന്നൊരു ഭാഗമുണ്ട്, നമുക്ക് ലൻ ഷക്കർത്തും ലാസീദന്നഹും. അപ്പം കൃതജ്ഞതയുള്ളവന് കൂടുതൽ കൊടുത്തുകൊണ്ടിരിക്കും. കൃതജ്ഞത ഇല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ശിക്ഷ വളരെ കഠിനമായി കൊടുക്കും എന്നുള്ളതാണ്. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് വളരെ 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 പ്രധാനപ്പെട്ടതാണ്. അപ്പം ബ്ലെസ്സിങ്സ് നമ്മുടെ ഫേവറിൽ വരണമെന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ നമ്മുടെ ജീവിതം ഇസ്തിഖാമ എന്ന് പറയും, നേരെയുള്ള വഴിക്കായിരിക്കണം. എല്ലാം നേരെ പോ, ഒരു സ്റ്റെഡ് ഫാസ്റ്റ് ആയിട്ടുള്ള നമ്മൾ സൽവിചാരങ്ങളോട് കൂടിയുള്ള ജീവിതമായിരിക്കണം. ബൈബിൾ വീണ്ടും പറയുന്നുണ്ട്, നമ്മൾ സ്വയം അനുകമ്പ, സ്വയം സ്വീകാര്യത, അതുപോലെ തന്നെ ഈ നമ്മൾ പഠിക്കുന്ന ബൈബിളിൻ്റെ തത്വങ്ങൾ ഈ ആന്തരിക ശാന്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കണം. ഇത് തന്നെ മറ്റൊരു രൂപത്തിൽ എടുക്കുമ്പോഴത്തേക്കും വീണ്ടും നമുക്ക് വേദങ്ങളിൽ കാണാനായിട്ട് പറ്റും. അതുതന്നെ നമുക്ക് ആധുനിക മനഃശാസ്ത്രത്തിൽ വീണ്ടും വേറൊരു വിധത്തിൽ വരുന്നുണ്ട്. അപ്പം ഇതെല്ലാം നമ്മൾ ഈ പഠിക്കുന്ന സംഭവങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കണക്ട് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ ഈ ഖുർആനിൽ വീണ്ടും പറയുന്ന, പരിശുദ്ധ ഖുർആൻ പറയുന്നൊരു കാര്യമുണ്ട്, തഫക്കുൽ. നമ്മൾ ഈശ്വരനിൽ വിശ്വാസം അർപ്പിച്ച് നമ്മളെക്കൊണ്ട് താങ്ങാൻ പറ്റാത്തതെല്ലാം അങ്ങ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതവിടെ നടക്കും എന്ന് നമ്മൾ വിശ്വസിക്കുക. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഭാരം നമ്മൾ ചുമന്നുകൊണ്ട് നടക്കുമ്പോഴത്തേക്കും നമുക്ക് ചുമക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ പലപ്പോഴും നമ്മൾ രോഗശാന്തിയും അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന പ്രയാസങ്ങളും എല്ലാം നമ്മൾ അതിൽ തന്നെ ഇങ്ങനെ മനസ്സിനെ വ്യത അടിപ്പിച്ചുകൊണ്ടിരിക്കാതെ നമുക്ക് തവക്കുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം അർപ്പിച്ചങ്ങ് ഏൽപ്പിക്കുക. അപ്പം ഈശ്വരന് നമ്മളെക്കുറിച്ചൊരു പ്ലാൻ കാണും, നമ്മൾ അതിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ്. അപ്പം ഈ മതഗ്രന്ഥങ്ങളെല്ലാം സ്നേഹവും അനുകമ്പയും ഫൊർഗീവ്നെസ്സും ഗ്രാറ്റിറ്റ്യൂഡും ഇതെല്ലാം പറയും. പക്ഷെ നമുക്ക് ഈ പലപ്പോഴും നമ്മൾ ആചാരങ്ങളിൽ കൂടെ പോകുമ്പോഴത്തേക്കും നമ്മളുടെ ഈ ഇന്നർ ചൈൽഡ് പോലുള്ള നമുക്ക് ഉണ്ടായിട്ടുള്ള ഡീപ്പർ വൂണ്ടുകൾ കുറച്ചുകൂടി ആഴത്തിൽ പോയി വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ഹീൽ ചെയ്യേണ്ട. അതുകൊണ്ടാണ് ആധുനിക മനഃശാസ്ത്രം അതിനെ മാത്രം എടുത്തിട്ട് നമുക്ക് ഒരു പ്രോസസ്സ് തന്നെ തരുന്നത്, വളരെ ഇൻറ്റൻസീവായിട്ട് ഉള്ള പ്രോസസ്സായിട്ട് തരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ആധുനിക മനഃശാസ്ത്രം പറയുമ്പോൾ നമുക്ക് നമുക്ക് ഇന്നർ ചൈൽഡ് ചെയ്യുമ്പോൾ നമുക്കൊരു സെൽഫ് ഡിസ്ട്രക്റ്റീവ് തോട്ട്സ് ഉണ്ട്. അതിൽ നിന്നാണ് പലപ്പോഴും സൂയിസൈഡിനുള്ള ടെൻഡൻസീസ് ഒക്കെ വരുന്നത്, സ്വയം നമുക്ക് നശിപ്പിക്കാനുള്ള. അപ്പം ആ ഒരു തോട്ടിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയും ഓവർകം ചെയ്യുകയും അതിനെ നമുക്ക് അണ്ടർമൈൻ ചെയ്ത് നല്ല തോട്ടിനെ ഇൻഡക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് വളരെ നല്ലതൊരിതാണ് ഇന്നർ ചൈൽഡ് ഹീലിംഗ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കൊരു സെൻസ് ഓഫ് പർപ്പസ് ആൻഡ് ഫുൾഫിൽമെൻറ്റിലേക്ക് പോകാനായിട്ട്, അപ്പം കിടക്കുന്നുണ്ട് നമുക്ക് അങ്ങനെ പോകാനായിട്ട് തോന്നില്ല. നമ്മൾ പലപ്പോഴും റിബല്യസ് ആയിട്ട് നിൽക്കും. നമ്മുടെ പർപ്പസിലേക്കും ഫുൾഫിൽമെൻറ്റിലേക്കും പോകാൻ വളരെ നല്ലതാണ്. അപ്പോൾ നമുക്കൊരു ലാസ്റ്റിംഗ് പോസിറ്റീവ് ചേഞ്ചസ് ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട്, റൂട്ട് ഇമോഷണൽ ഇഷ്യൂസിന് നമുക്കൊരു റെസൊല്യൂഷൻ, ഒരു പരിഹാരം എടുക്കാനായിട്ട്
എന്താണ് നമുക്ക് കോർ ഇമോഷണൽ ഹീലിംഗ് നടപ്പിലാക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇമോഷണലി ആബ്സല്യൂട്ട്ലി ഫ്രീ ആയി. റീഫ്രെയിം ബിലീഫ്സ്. നമുക്ക് തന്നെ ഒരുപാട് വിശ്വാസങ്ങൾ, എനിക്ക് ഇത്രേ പറ്റുള്ളൂ, എന്നെ കൊണ്ട് അത് നടക്കത്തില്ല, എന്നെ എല്ലാവരും വെറുക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ചിലർക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലീസ് ചെയ്ത് ബാക്കിയുള്ളവരെല്ലാം പ്ലീസ് ചെയ്യാനായിട്ട് പീപ്പിൾ പ്ലീസിങ് ബിഹേവിയർ, അത് അവസാനം നമ്മൾ തന്നെ നമ്മളെ ഡിസ്ട്രോയ് ചെയ്യും. അപ്പം ആ ഒരു പാറ്റേണിൽ നിന്നെല്ലാം നമുക്ക് ബ്രേക്ക് ചെയ്ത് പുറത്ത് വന്ന് വ്യക്തിത്വം നിലനിർത്താനായിട്ട് വളരെ കമ്പയർ ചെയ്ത് വളർത്തിയിട്ടുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ മോഷ്ടിക്കുക, കള്ളം പറയുക, ഇതൊക്കെ ഈ ഇന്നർ ചൈൽഡിൻ്റെ പല ഭേദങ്ങളാണ്. പിന്നെ നമുക്ക് അതുപോലെ തന്നെ ഇതിനകത്ത് ഉപയോഗിക്കുന്ന പല ഹീലിംഗ് ടെക്നിക്സ് ഒരുപക്ഷെ നമുക്ക് വളരെ ക്രൂഷ്യലായിരിക്കും പാസ്റ്റ് ഇമോഷണൽ ഇഷ്യൂസ് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കണക്റ്റിംഗ് വിത്ത് ഇന്നർ സെൽഫ്, അതുവഴി നമുക്കൊരു ഇന്നർ സ്ട്രെങ്ത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, നമ്മുടെ ലൈഫിനൊരു ഓതൻറ്റിസിറ്റിയും ഫുൾഫിൽമെൻറ്റും കണ്ടെത്താനായിട്ട്, ഇതുവഴി നമുക്ക് ലൈഫ് ലോങ് ഹീലിങ്ങിലേക്ക് പോകാൻ കഴിയണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ആദ്യമേ തന്നെ റെക്കഗ്നേഷൻ ഓഫ് യുവർ ഇന്നർ ചൈൽഡ്, നമുക്ക് തന്നെ ബോധ്യപ്പെടും ഇന്ന ഇൻസിഡൻ്റ് ആണ്, അത് കഴിഞ്ഞ് ഇന്ന ഇൻസിഡൻ്റ് ആണ് എൻ്റെ ലൈഫിൽ ഒരു ബാലൻസ് തെറ്റിച്ചത്, ഇല്ലെങ്കിൽ എനിക്ക് ഇതുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് സാധാരണഗതിയിൽ ഒരു മെഡിറ്റേഷനിലോ സംസാരത്തിലോ പ്രഭാഷണം കേട്ടോണ്ടിരുന്നാലോ യൂട്യൂബ് കണ്ടുകൊണ്ടിരുന്നാലോ നമുക്ക് പോകാൻ പറ്റത്തില്ല, മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല. ഞാൻ അതിൻ്റെ പ്രോസസ്സ് തൊട്ട് പുറകെ തന്നെ പറയാം. അപ്പം ഈ ചൈൽഡ്ഹുഡ് ഇംപ്രിൻസ് ഉള്ളിൽ കിടക്കുക. അപ്പോൾ അത് കണ്ടെത്തിയിട്ട് അതിനെ നമുക്ക് സൊല്യൂഷൻ ഉണ്ടാക്കണം. പിന്നെ ചില അൺകോൺഷ്യസ് ബിലീഫ്സ് ഉണ്ട്. അൺകോൺഷ്യസ് ബിലീഫ് അതങ്ങ് ഭയങ്കര സ്ട്രോങ് ആണ്. അതേ നമ്മൾ ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും അതെല്ലാം മോളിക്കിടങ്ങ് പോകും. ഈ പറഞ്ഞ അൺകോൺഷ്യസ് ബിലീഫ് നമ്മൾ എടുക്കത്തുള്ളൂ. അപ്പം നമ്മുടേതായ പേസിൽ നിന്നുകൊണ്ട് ഹീൽ ചെയ്ത് നമ്മൾ ഇപ്പോഴത്തെ ലൈഫിന് വേണ്ടുന്ന സ്ട്രോങ് ആക്കി തീർക്കാനായിട്ട് പറ്റണം. അതുപോലെ തന്നെ നമുക്ക് ഇന്നർ ചൈൽഡ് ഹീൽ ചെയ്ത് കിട്ടിയാൽ നമ്മൾ ക്രിയേറ്റീവ് എക്സ്പ്രഷൻ വളരെ കൂടും, ഭയങ്കര ബോൾഡാകും, ഡെയർ ഡേവിൾ എന്നൊക്കെ പറഞ്ഞാൽ എവിടെയും നേരെ നിൽക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ ഈ തെറാപ്യൂട്ടിക് ആയിട്ടുള്ള ഇത് കൊടുക്കുമ്പോൾ നമ്മൾ ടോട്ടലി നമ്മൾ ലിബറേറ്റ് ചെയ്യും. ഇത് പലപ്പോഴും ചെയ്യുന്ന ചില റോൾ പ്ലേയിലൂടെ ആയിരിക്കും, നമ്മൾ എൻഗേജ് ചെയ്യിച്ചുകൊണ്ടായിരിക്കും, ചിലപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് ചെയ്യിച്ചുകൊണ്ടായിരിക്കും, ചിലപ്പോൾ ഒരു ഇന്നർ ഡൈനാമിക്സോ ഫാമിലി ഡൈനാമിക്സോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും. ചിലതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഗൈഡഡ് ഇമേജറിയിലൂടെ കടത്തിവിട്ടുകൊണ്ടായിരിക്കും. ഓരോ കാര്യത്തിന് പല മെത്തേഡാണ്. 4 days ആണ് സാധാരണ ചെയ്യേണ്ടത്, അവിടെ തന്നെ താമസിച്ചുകൊണ്ടാണ്. പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടത്, ഭാര്യ ഭർത്താവ് നിവർത്തിക്കൊണ്ട് ഒന്നിച്ചു വരരുത്. ഒരാൾ ചെയ്തതിന് ശേഷം പിന്നീട് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോഴാണ് അടുത്ത ആൾ വരുന്നത്. ഒന്നിച്ച് വരുന്നത് അവർക്ക് അതങ്ങ് ശരിയാവില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫൈനലി നമ്മൾ ഈ പൂർണ്ണമായിട്ട് ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്ത് ബോധ്യപ്പെട്ട് നമ്മുടെ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കി ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അവിടെ പലപ്പോഴും നമുക്ക് ഗിൽറ്റും ഷെയിമും ഒക്കെ കംപ്ലീറ്റ്ലി റിലീസ് ചെയ്ത് കിട്ടിയിട്ട് നമ്മുടെ വാല്യൂസ്, നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ വാല്യൂസിനെ മുറുകെ പിടിക്കുന്ന അതിലേക്ക് വരും. അപ്പം അത് കഴിയുമ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണക്ട് വിത്ത് അവർ ഇന്നർ ജോയ് ആൻഡ് പ്ലേഫുൾനെസ്. നമ്മൾ ജീവിതം ആസ്വദിക്കാൻ തുടങ്ങും. അതുവരെ ചിലപ്പോൾ നമുക്ക് വലിയ ആസ്വാദനം കാണത്തില്ല. അത് കഴിയുമ്പോൾ നമ്മളൊരു ഡിസിഷൻ മേക്കിംഗ്, വളരെ സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റീസ് നമുക്ക് വരും. പലതിനും ക്ലാരിറ്റി ഉണ്ടാകും, തീരുമാനങ്ങൾ വളരെ ഉറച്ചതാകും. ഏത് ക്രിറ്റിസിസം വന്നാലും അത് ഹാൻഡിൽ ചെയ്യാനുള്ള ധൈര്യം, ക്രിറ്റിസിസത്തിൻ്റെ മുകളിൽ നോക്കി ചിരിക്കാനായിട്ട്, ഏത് റിജക്ഷൻ വന്നാലും നമുക്ക് ഒരു സെൽഫ് എസ്റ്റീമോട് കൂടി നമുക്ക് അവിടെ നിൽക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമുക്കൊരു ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് നമ്മളെക്കുറിച്ച് തന്നെ ഒരു കോർ വാല്യൂ നമ്മൾ സെറ്റ് ചെയ്ത് ആ കോർ വാല്യൂയോട് കൂടി നമ്മൾ മുന്നോട്ട് പോകും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇന്നർ സ്ട്രെങ്ത്, മൊത്തത്തിലൊരു ഇന്നർ സ്ട്രെങ്ത് വരുവാണ്. അപ്പോൾ ഈ തടസ്സങ്ങളൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. അതേപോലെ തന്നെ നമുക്കൊരു ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് എപ്പോഴും ഒരു പോസിറ്റീവ് ഓപ്റ്റിമിസ്റ്റിക് ഔട്ട്ലുക്ക് ഇതിന് ശേഷം വരുമെന്നുള്ളതാണ്. അതിപ്പോൾ ഇത് പക്ഷേ കഴിഞ്ഞാലും പിന്നെ അവർക്ക് കുറച്ച് ദിവസത്തേക്ക് സ്വയം ഉള്ള ഫോളോ അപ്പും, പിന്നെ നമ്മൾ തന്നെ ചിലപ്പം കുറച്ച് ദിവസത്തേക്കുള്ള ഫോളോ അപ്പ് കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ അവർ എമ്പതിക്കും കമ്പാഷനും ഉള്ള കപ്പാസിറ്റി അക്വയർ ചെയ്തിട്ടുണ്ടാകും. പിന്നെ അതുപോലെ തന്നെ ഒരു മെൻ്റൽ ഫോക്കസും കോൺസെൻട്രേഷനും ഒരുപാട് കൂടും. അപ്പോൾ പല പ്രോബ്ലത്തിനും ഒരു ക്ലോഷർ, ഫൈനൽ റെസൊല്യൂഷൻ ഓഫ് ദ ട്രോമ അതങ്ങ് സംഭവിക്കും. അപ്പോൾ അതോടുകൂടി നമുക്ക് ഇന്നർ പീസായി, ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് അതൊരു നോളജായി മാറുകയാണ്, ഒരു വിസ്ഡമായി. ആ പെയിൻ, നമ്മൾ ഡീപ്പസ്റ്റ് പെയിൻ ഒരു വിസ്ഡമായി നമ്മൾ റീഫ്രെയിം ചെയ്ത് അതിലേക്ക് മാറ്റുകയാണ്. അതിനുശേഷം നമുക്ക് സ്ലീപ്പ് ക്വാളിറ്റി ഒരുപാട് കൂടും, വളരെ റെസ്റ്റ്ഫുള്ളാകും, ലൈഫ് കൂടുതൽ ആസ്വദിക്കാൻ തുടങ്ങും. നമ്മുടെ ഇന്നർ വിഷൻ, ഇൻറ്റ്യൂഷൻ, അപ്പോൾ ലൈഫൊക്കെ അതിലൊരു ഇന്നർ ഗൈഡൻസിൽ നമ്മൾ പോകുന്നൊരവസ്ഥയിലേക്ക് മാറും. അപ്പോൾ നമുക്ക് അതോടുകൂടി നമുക്കൊരു ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ്, മറ്റുള്ളവരുമായിട്ടൊരു കണക്റ്റഡ്നെസ്,
ചേർന്ന് പോവുക. അപ്പം നമുക്ക് ആ ഹീലിംഗ് നന്നായിട്ട് നടക്കുമായിരിക്കും. പിന്നെ നമുക്ക് മറ്റുള്ളവരെ ട്രസ്റ്റ് ചെയ്യാനായിട്ട്, മറ്റുള്ളവർ നമ്മളെ ട്രസ്റ്റ് ചെയ്യാനായിട്ട്, ഈ അബാൻഡൻമെൻറ്റോ പലർക്കും കുട്ടികൾക്ക് അതാണല്ലോ വരുന്നത്, അബാൻഡൻമെൻറ്റ്, നെഗ്ലക്റ്റ്, കമ്പാരിസൺ, ഇതെല്ലാം നമുക്ക് മനസ്സിൽ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് ഡിസ്കവർ ന്യൂ ആസ്പെക്ട്സ് ഓഫ് അവർ പേഴ്സണാലിറ്റി. നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ലാത്ത, മറ്റാർക്കും നമുക്കും അറിയത്തില്ലാത്ത ഹിഡൻ, ജൊഹാരി വിൻഡോയിൽ പറയുന്ന ഫോർത്ത് ലെവല്, അപ്പോൾ അവിടെയുള്ള അത് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുന്നു. അതുപോലെ തന്നെ നമുക്ക് ഓവറോൾ ക്വാളിറ്റി ഓഫ് ലൈഫ് ടോട്ടലി അങ്ങ് മാറുകയാണ്. നമ്മുടെ ഫിയേഴ്സ് പലതും പോകുന്നു, ഫോബിയാസ് പോകുന്നു. അതേപോലെ തന്നെ നമുക്ക് ഫൊർഗീവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഭയങ്കരമായിട്ട് കൂടും. സെൽഫ് ഫൊർഗീവ്നെസ്സിന്, മറ്റുള്ളവരോട് ഫൊർഗീവ് ചെയ്യാനായിട്ടുള്ളത്. പിന്നെ ഈ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ഒരു സ്കില്ല്, സ്പൗസിനോടോ നമ്മുടെ സ്വന്തക്കാരോടൊക്കെ ചുമ്മാ എല്ലാത്തിനും നമുക്ക് കയറി കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന ആ ഒരു സ്വഭാവത്തിൽ നമ്മൾ പലപ്പോഴും പോകും. പിന്നെ ലീഡർഷിപ്പ് എബിലിറ്റീസ് നമ്മൾ തുടങ്ങാനായിട്ട് തുടങ്ങും. ഒരുപാട് ലീഡർഷിപ്പ്, അപ്പം നമ്മുടെ സഫറിങ്സ് മാറുകയാണ് ഇതിലൂടെ. അപ്പം നമുക്ക് കൾട്ടിവേറ്റ് മോർ ബാലൻസ്ഡ് ആൻഡ് ഹാർമോണിയസ് ലൈഫിലോട്ട് നമ്മൾ പോകുമായിരിക്കും. അപ്പോൾ നമുക്ക് അതുവഴി നമുക്ക് ഈ ക്രോണിക് ആയിട്ടുള്ള ഇമോഷണൽ പെയിൻ, അതുപോലെ തന്നെ നമുക്ക് ക്രോണിക് ആയിട്ടുള്ള സൈക്കോസൊമാറ്റിക് ഡിസീസിൽ നിന്നൊക്കെ നമ്മൾ പുറത്തു വരികയാണ്. അതുപോലെ തന്നെ നമുക്കൊരു ഒരു റിന്യൂവ്ഡ് സെൻസ് ഓഫ് പർപ്പസ്, ലൈഫിലൊരു ലക്ഷ്യം കറക്റ്റായി, എല്ലാത്തിനെ സംബന്ധിച്ചിടത്തോളം ക്ലാരിറ്റി ഈസ് പവർ, വ്യക്തമായ ക്ലാരിറ്റിയും ഗോളും ഒക്കെ ആയി നമുക്ക് മുന്നോട്ട് പോകാം. പിന്നെ അപ്പം നമ്മൾ സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ് ഒന്നും ഇല്ല, നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള തോട്ട്. അപ്പോൾ അവിടെ നമ്മൾ സപ്പോർട്ടീവ് നെറ്റ്വർക്കുമായിട്ട്, ലൈക്ക് മൈൻഡഡ് കമ്മ്യൂണിറ്റിയായിട്ട് എപ്പോഴും കണക്റ്റഡ് ആയിട്ട് നിൽക്കും. അതുപോലെ തന്നെ നമുക്ക് ലേൺ ഫ്രം എക്സ്പീരിയൻസ്ഡ് ഫെസിലിറ്റേറ്റേഴ്സ്, പിന്നെ അതുപോലെ കിട്ടാവുന്ന റിസോഴ്സസിൽ നിന്നെല്ലാം. അപ്പോൾ നമുക്ക് ഗൈഡൻസ് എടുക്കും, മെൻറ്റേഴ്സ് ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് പിന്നെ പ്രോബ്ലംസ് ഒക്കെ വന്നാൽ നമുക്ക് റെസീലിയൻസ്, പെട്ടെന്ന് നമ്മൾ ബോൾ എറിഞ്ഞിട്ട് വിടുന്ന പോലെ നമുക്ക് റെസീലിയൻസ് പെട്ടെന്ന് നമ്മൾ വരും. ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾക്കെല്ലാം നമ്മൾ റീഫ്രെയിം ചെയ്ത് ഇഷ്യൂസ് കണ്ടെത്തുക. അതുപോലെ തന്നെ നമുക്ക് ഹീലിംഗ് ടെക്നിക്സ് ആണ്. ഇതിനകത്ത് നമ്മൾ പല ഹീലിംഗ് ടെക്നിക്സ് പഠിക്കുന്നത് കൊണ്ട് നമുക്ക് മാത്രമല്ല പലരെയും, നമ്മുടെ വീട്ടിലുള്ളവരെയും നമുക്ക് ഹീലിംഗ് എടുക്കാം. പിന്നെ ചില ആൾക്കാർ ഇതിനകത്തൊക്കെ വന്നതിന് ശേഷം അവരൊരു ഹീലിംഗ് പ്രൊഫഷൻ ഏറ്റെടുക്കാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ടെക്നിക്സും ഇവിടെ വിശദമായിട്ട് പറയാൻ പറ്റില്ലെങ്കിലും ഫോർ യുവർ ഇൻഫർമേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ചില ടൂൾസും തിയറീസും ഒക്കെ നമുക്ക് സൈക്കോ ഡൈനാമിക് തിയറി ഉപയോഗിക്കാറുണ്ട്, അറ്റാച്ച്മെൻറ്റ് തിയറി, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, അതായത് CBT, പിന്നെ ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് വളരെ ഇതായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഇന്നർ ചൈൽഡ് വർക്ക് ആൻഡ് മൈൻഡ്ഫുൾനെസ് ആൻഡ് മെഡിറ്റേഷൻ, ഫാമിലി സിസ്റ്റം തിയറി, ട്രോമ ഇൻഫോംഡ് തെറാപ്പി, ആർട്ട് തെറാപ്പി ആൻഡ് എക്സ്പ്രസീവ് ആർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. ഇന്നർ ചൈൽഡ് നമ്മൾ ആ ഏജിലേക്ക് പോകുമ്പോൾ ജേണലിംഗ്, ഗ്രൂപ്പ് തെറാപ്പി, നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് കിട്ടാത്ത ചിലപ്പോൾ ഗ്രൂപ്പ് തെറാപ്പിയിലാണ് കിട്ടുന്നത്, സെൽഫ് കമ്പാഷൻ പ്രാക്ടീസസ്, നരേറ്റീവ് തെറാപ്പി, ഗസ്റ്റാൾട്ട് തെറാപ്പി, ട്രാൻസാക്ഷൻ അനാലിസിസ് അഥവാ TA, ആൻഡ് വോയിസ് ഡയലോഗ് ആൻഡ് ഹോളോട്രോഫിക് ബ്രെത്ത് വർക്ക്, റിഗ്രഷൻ തെറാപ്പി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമുക്ക് കോഴ്സ് കണ്ടെത്താൻ പറ്റുന്നത്. അതിന് സൈക്കോ സിന്തസിസ്, അതുപോലെ തന്നെ നമുക്ക് എനർജി സൈക്കോളജി, തോട്ട് ഫീൽഡ് തെറാപ്പി, അതുപോലെ തന്നെ ബോഡി സെൻറ്റേർഡ് അപ്രോച്ചസ്, അറ്റാച്ച്മെൻറ്റ് ബേസ്ഡ് തെറാപ്പി, അതുപോലെ തന്നെ ഇമോഷണലി ഫോക്കസ്ഡ് തെറാപ്പി, കമ്പാഷൻ ഫോക്കസ്ഡ് തെറാപ്പി, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്, പോസിറ്റീവ് സൈക്കോളജി, അതുപോലെ ഡ്രീം അനാലിസിസ്, ബിബ്ലിയോ തെറാപ്പി ആൻഡ് ന്യൂറോ ഫീഡ്ബാക്ക് ആൻഡ് നേച്ചർ ബേസ്ഡ് തെറാപ്പീസ്, നരേറ്റീവ് എക്സ്പ്രസീവ് റൈറ്റിംഗ് ആൻഡ് റീപേരൻറ്റിങ് ടെക്നിക്സ്. നമുക്ക് പേരൻറ്റിങ് മിസ് ചെയ്ത ആളായിരിക്കും, ഇപ്പോൾ റീപേരൻറ്റിങ് ടെക്നിക്ക്, എനർജി ഹീലിംഗ് ആൻഡ് ട്രാൻസ്പേഴ്സണൽ സൈക്കോളജി ആൻഡ് ഗ്രൂപ്പ് റിട്രീറ്റ് വർക്ക്ഷോപ്സ്, സൈക്കോ ഡൈനാമിക് തിയറി ആൻഡ് അറ്റാച്ച്മെൻറ്റ് തിയറി ആൻഡ് കോഗ്നിറ്റീവ് ബിഹേവിയർ, അത് നേരത്തെ പറഞ്ഞത് തന്നെ, ഇമോഷണൽ ഫ്രീഡം. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മൾ ചെയ്യുന്ന ഫാമിലി സിസ്റ്റം, ഇങ്ങനെ നമ്മൾ ചെയ്തു വരുമ്പോഴത്തേക്കും നമുക്ക് ഓരോന്നിങ്ങനെ നമ്മൾ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് നമ്മൾ പുതിയ കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് പലതിനും നമ്മൾ പ്രോബ്ലം പരിഹാരം പുതിയ മെത്തേഡിലേക്ക് പോകുന്നു. ഒന്നിന് കിട്ടാത്ത ഒരു മെത്തേഡിൽ, ഒരു തെറാപ്പിയിൽ നമുക്ക് കിട്ടാത്ത, ചിലപ്പോൾ നമുക്കിപ്പം ബോഡി സെൻറ്റേർഡ് അപ്രോച്ച് കിട്ടാത്തായിരിക്കും നമുക്ക് അറ്റാച്ച്മെൻറ്റ് തെറാപ്പിയിൽ കിട്ടുന്നത്, നമുക്ക് അതിൽ കിട്ടാത്തതായിരിക്കും നമ്മൾ കമ്പാഷൻ ഫോക്കസ്ഡ് തെറാപ്പിയിൽ കിട്ടുന്നത്.
ഇപ്പം നമുക്ക് അതിലും കിട്ടാത്തതായിരിക്കും നമ്മൾ ഡ്രീം അനാലിസിസ് കിട്ടുന്നത്. അതും കിട്ടാത്തതായിരിക്കും നമുക്ക് ന്യൂറോ ഫീഡ്ബാക്ക് കിട്ടുന്നത്. അത് അല്ലെങ്കിൽ നമുക്ക് നേച്ചർ ബേസ്ഡ് തെറാപ്പിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെ നമ്മൾ ഈ ചിലപ്പം നമ്മുടെ പ്രോബ്ലം തുടങ്ങിയത് റീപേരൻറ്റിങ്ങിൽ ചെല്ലുമ്പോഴായിരിക്കും നമുക്ക് ആശ്വാസം കിട്ടുന്നത്. ഇങ്ങനെ നമ്മളൊരു പല ഇതെടുത്തിട്ടാണ് നമ്മൾ അതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ ഈ ടൂൾസും അല്ലെങ്കിൽ തിയറീസും മെത്തേഡ്സും ഉപയോഗിക്കുന്നത്. അപ്പം ഞാനിവിടെ നിങ്ങളോട് അപ്പീൽ ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇതൊരു 4 days ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു പക്ഷേ മൈൻഡ് മാസ്റ്റർ ചെയ്തിട്ടുള്ള ആളായിരിക്കും. മൈൻഡ് മാസ്റ്റർ നമ്മൾ ഇപ്പം മുതൽ മുന്നോട്ടാണ് പോകുന്നത്. ഇപ്പം മുതൽ മുന്നോട്ടുള്ള കാര്യങ്ങൾ മുഴുവനാണ് മൈൻഡ് മാസ്റ്റർ നമ്മൾ ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 വയസ്സ് 3 വയസ്സ് 5 വയസ്സ് 7 വയസ്സ് കാലഘട്ടങ്ങളിലോ ഇല്ലെങ്കിൽ നമ്മൾ അഡോൾസെൻ്റിലെ ടീനേജ് നമുക്കുണ്ടായിട്ടുള്ള അതിൽ നിന്നുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മളുടെ ഭയങ്കരമായ വളർച്ചയ്ക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത്. അതെല്ലാം നമുക്കിവിടെ റിസോൾവ് ചെയ്ത് പരിഹാരം നേടി ഒരു വലിയ വിജയം ഉണ്ടാകാനായിട്ട് പറ്റും. ഞാൻ സജസ്റ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് പറയാം വേണ്ടപ്പെട്ടവർക്കോ വിവിധ തലങ്ങളിൽ നടക്കുന്ന പരിപാടി. ഇപ്പം നമ്മൾ ഡേറ്റ് ഒന്നും കൊടുക്കാതായിരിക്കും പരിപാടി. നേരത്തെ നിങ്ങൾക്ക് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് രേഖപ്പെടുത്താം. അപ്പം ഇത് വിദേശത്തും വരും, US ഒക്കെ വരും ഈ പ്രോഗ്രാം. അവിടെ തന്നെ ഇംഗ്ലീഷിലുള്ള പ്രോഗ്രാംസ് നിങ്ങൾക്ക് ഓൾറെഡി കിട്ടാനുണ്ട്. വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഭയങ്കര സൈക്കോളജിസ്റ്റുകൾ. അത് വരുമ്പോൾ കുറച്ചുകൂടെ കോസ്റ്റ് കൂടുതലാണെന്നുള്ളൊരു വ്യത്യാസം. UK ഭയങ്കര കോസ്റ്റ് ആയിരിക്കും എന്നുള്ളതേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ ചില സ്ഥലത്ത് 7 ദിവസത്തെ ആയിരിക്കും ഈ പ്രോഗ്രാം എടുക്കുന്നത്. 7 days കൊണ്ടായിരിക്കും. നമുക്ക് അങ്ങനത്തെ ഒരു ഇതുള്ളത് കൊണ്ട് നമ്മൾ 4 days ഇപ്പം തീർക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ ചില സ്ഥലത്ത് അവധിയുടെ പ്രശ്നങ്ങളൊക്കെ വേണ്ടി 3 days തീർത്തതിന് ശേഷം നമ്മളൊരു ഓൺലൈൻ പ്രോഗ്രാം കൂടി എടുത്ത് ഫോളോ അപ്പോട് കൂടിയൊക്കെ ആയിരിക്കും. എന്തായാലും 4 days നമുക്ക് ബഡ്ജറ്റ് ചെയ്യാം. എന്തായാലും നമുക്ക് ജീവിതത്തിൽ ഇതുണ്ടാക്കുന്ന മാറ്റം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ഓൾറെഡി ചെയ്ത ആൾക്കാരുമായിട്ട് നിങ്ങൾ സംസാരിച്ച് നോക്കുക. അവർക്ക് എന്താണ് ഒരു ചേഞ്ച് ഇതിന് ശേഷം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന്. നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാ മാറ്റങ്ങളും ഇതിൽ കൂടെ ഉണ്ടായിട്ടെന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.